എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടത് സക്സസ്സും മണിയും ഫെയിമും ഒക്കെ തന്നെയാണ്. പക്ഷെ ജെനുവിൻലി നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യന് എന്താണ് വേണ്ടത്? സമാധാനവും സന്തോഷവും ഒക്കെ തന്നെയാണല്ലേ. ഈ സക്സസ്സും ഫെയിമും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലാത്തതും അതാണ്, സമാധാനവും സന്തോഷവും. ഇതൊരുപക്ഷെ നമ്മളെ തന്നെ ഹീൽ ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഹീലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേൾക്കാൻ ആരുമില്ലാത്ത അച്ഛന് എന്നും ദേഷ്യമായിരിക്കും. പറയാൻ കഴിയാത്ത അമ്മയ്ക്ക് അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത അമ്മയ്ക്ക് എന്നും സങ്കടവും സൈലൻസും ആയിരിക്കും. വീടുകളിൽ സേഫ്റ്റി തോന്നാത്ത കുട്ടികൾക്ക് ഇത് ആങ്സൈറ്റി ആയിട്ടായിരിക്കില്ലേ പുറത്തു വരുന്നത്. അൺഹീൽഡ് ആയിട്ടുള്ള ഊണ്ടുകൾ അല്ലെങ്കിൽ അൺഹീൽഡ് ആയിട്ടുള്ള മുറിവുകൾ ഒരിക്കലും അവനവനിൽ നിൽക്കുന്നില്ല. അതെപ്പോഴും എല്ലാ സമയത്തും മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ദേഷ്യമായും സങ്കടമായും വഴക്കുകളായും ഒക്കെ. ഈ ഫാമിലി പാറ്റേണിലൂടെ കടന്നു പോകുന്നതാണ് മിക്ക ഫാമിലീസും നമ്മുടെ ചുറ്റിലും. ഇതടങ്ങുന്നതാണ് നമ്മുടെ സമൂഹവും. വ്യക്തികൾ ഹീലായാൽ മാത്രമേ അത് ഫാമിലിയിലും സമൂഹത്തിലും പ്രതിഫലിക്കുകയുള്ളൂ. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ലേ. ഒരുപാട് ഹീലിംഗ് വർക്ക്ഷോപ്സ് ഞാൻ നടത്താറുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇപ്പോഴും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ടേമിന് അത്ര അക്സെപ്റ്റൻസ് ഇല്ല. മിക്കപ്പോഴും ഞാൻ കാണാറുള്ളത് ഈ വർക്ക്ഷോപ്സിലൊക്കെ ഹീലിങ്ങിന് ഇറങ്ങി പുറപ്പെടുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, അങ്ങനെ ഒരു ബ്രേവ് ആയിട്ടുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഒരു പവർഫുൾ ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. ഒരു സൈക്കിൾ ബ്രേക്ക് ആവും, ഒരു പാറ്റേൺ കട്ടാവും. റിയാക്ട് ചെയ്യുന്നതിന് പകരം അവർ റെസ്പോണ്ട് ചെയ്യും. ഭയമുണ്ടായിരുന്ന വീട്ടിൽ കുറച്ചുകൂടി സേഫ്റ്റി ഫീൽ ചെയ്യും. കാരണം നമ്മളുടെ വൈബ്രേഷനാണ് മാറുന്നത്. മറ്റൊരാളെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നതിന് പകരം നമ്മളുടെ വൈബ്രേഷൻ ചേഞ്ച് ആകുമ്പോൾ അത് പ്രതിഫലിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്നറിയാമോ? എന്തിന് ഞാൻ ഹീലാവണം എന്നല്ല, ഞാൻ ഹീലായാൽ എന്തെല്ലാം മാറ്റങ്ങൾ എൻ്റെ ചുറ്റിലും സംഭവിക്കും എന്നുള്ളതാണ്. സ്വയം ഹീൽ ചെയ്യുക എന്നുള്ളത് ഒരു ബ്രേവ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. ഈ മെസ്സേജ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ പ്ലീസ് ജോയിൻ ദ വർക്ക്ഷോപ്പ് ഓഫ് ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ ഓൺ April 19th. ക്ലിഫ് വെൽനസ് ആൻഡ് ബീച്ച് റിസോർട്ടിൽ വെച്ച് നടത്തുന്ന ഈ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ എന്നുള്ള പേജ് ഫോളോ ചെയ്യുക. 8848080429 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫ്രം ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ.